അരിവാളും ചുറ്റികയും നഷ്ടപ്പെട്ടാലും സങ്കടപ്പെടേണ്ടെന്നും CPM പാർട്ടിക്ക് പറ്റിയ ചിഹ്നം ബോംബാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. കാലത്തിനനുസരിച്ചുള്ള പുതിയ ചിഹ്നമാണ് ബോംബ്. അരിവാളും ചുറ്റികയും പഴയതാണ്. നേതാക്കളുടെ മക്കൾ പണമുണ്ടാക്കി സുഖമായി ജീവിക്കുമ്പോൾ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ മക്കൾ ബോംബുണ്ടാക്കി മരിക്കുകയാണെന്നും KM ഷാജി പറഞ്ഞു. കാഞ്ഞങ്ങാട് UDF തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ നീളത്തിനനുസരിച്ച് നിലപാട് മാറുന്ന പാർട്ടിയാണ് CPM. മാഹിയിൽ കോൺഗ്രസിന് വേണ്ടിയാണ് CPM വോട്ട് തേടുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്ക് നടത്തിയത്. ഇതിനായി വീണ ഉപയോഗിച്ച വിലാസം AKG സെന്ററിന്റേതാണെന്നും KM ഷാജി പറഞ്ഞു. തന്റെ മകന്റെ പേരിൽ അഴിമതി ആരോപണമുണ്ടായ സമയത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CBIക്ക് കത്തെഴുതി അച്യുതാനന്ദനെ പിണറായി മാതൃകയാക്കണം. എന്നാൽ ഹോസ്ദുർഗ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറോട് മകളുടെ കേസ് അന്വേഷിക്കണമെന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും മുഖ്യമന്ത്രിക്കുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ തള്ളു കാരണം മൈക്കുകൾ പോലും സ്വയം വീഴുന്ന അവസ്ഥയാണ്. വ്യക്തിത്വത്തിന്റെ പേരിൽ ജനങ്ങളെ മാറ്റി നിർത്താനാണ് BJP ശ്രമിക്കുന്നത്. രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗമാണുള്ളതെന്നും KM ഷാജി പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്യും. ഇതിൽപ്പെട്ടവരെ ED നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ചാണ് കൂടുതൽ പേരെ വിളിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർണ്ണമായും നിർത്തിവെക്കാൻ കോടതി പറഞ്ഞില്ല. ഇതേ തുടർന്നാണ് EDയുടെ അടുത്ത നീക്കം. EDക്കെതിരെ ശശിധരൻ കർത്തിയും 3 ജീവനക്കാരും നൽകിയ ഹർജി ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷമേ പരിഗണിക്കൂ. CMRL വിവിധ വ്യക്തികളും കമ്പനികളുമായി 135 കോടിയുടെ ഇടപാട് നടത്തി. നൽകാത്ത സേവനത്തിന് CMRL വീണയ്ക്കും എക്സാലോജിക്കിനും 1,72 ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. തുടർന്നാണ് വീണയ്ക്കും സംഘത്തിനുമെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടി തുടങ്ങിയത്. ഇതിനിടെ വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരെയുള്ള കേസിൽ ED പ്രതിപട്ടിക തയ്യാറാക്കി. സ്വകാര്യ കരിമണൽ കമ്പനി 1-ാം പ്രതിസ്ഥാനത്തും കമ്പനി MD 2-ാം പ്രതിയും കമ്പനി സീനിയർ മാനേജർ 3-ാം പ്രതിയും സീനിയർ ഓഫീസർ 4-ാം പ്രതിയും എക്സാലോജിക്ക് 5-ാം പ്രതിസ്ഥാനത്തും വീണ 6-ാം പ്രതിയുമാകും. ഇതിൽ ആദ്യ 4 പ്രതികളുടെ ചോദ്യം ചെയ്യൽ നടന്നു. SFIയുടെ പ്രോസിക്യൂഷൻ കംപ്ലയിന്റ് അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. എക്സാലോജിക്കും കരിമണൽ കമ്പനിയും തമ്മിലെ സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. എക്സാലോജിക്കിന് കൈമാറിയ തുക സംബന്ധിച്ച് തൃപ്തികരമായ വിശദീകരണം ലഭിക്കാത്തതിനാൽ കള്ളപ്പണ ഇടപാടായാണ് ED കണക്കാക്കുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് വീണയെ ഉൾപ്പെടെയുള്ളവർക്ക് അന്വേഷണ സംഘം നോട്ടീസ് നൽകാനൊരുങ്ങുന്നു. വീണയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യും. ആരോഗ്യ പ്രശ്നം കാട്ടി ഹാജരാക്കാനാകില്ലെന്ന് കോടതി അറിയിച്ചെങ്കിലും CMRL MDയെ ED വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയായിരുന്നു.